ഹായ് മക്കളെ, നമ്മളിന്ന് ഐസറിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഐസറിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാ കൺഫ്യൂഷൻസും എല്ലാ ഡൗട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ അഡ്രസ്സ് ചെയ്യും. അതായത് എന്താണ് ഐസർ, ആരാണ് ഐസർ ചൂസ് ചെയ്യേണ്ടത്, ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് ഐസേഴ്സ് ഉള്ളത്, അതേപോലെ തന്നെ ഐസർ എക്സാമാണ് IAT, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ആ IAT എക്സാമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് അതിൻ്റെ കട്ട് ഓഫ് എത്രയാണ്, എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരിക, എത്ര ക്വസ്റ്റ്യൻസ് ആണ്, അതിന് ടൈമിംഗ് എങ്ങനെയാണ്, ആ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. അതിനുശേഷം ഐസർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിനെ കുറിച്ചും അതേപോലെ അവരുടെ ട്യൂഷൻ ഫീസിനെ കുറിച്ചും അവിടുത്തെ സ്റ്റൈപ്പൻഡിനെ കുറിച്ചും അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചേഴ്സിനെ കുറിച്ചും അതേപോലെ തന്നെ ആഫ്റ്റർ ഐസറിന് ശേഷം നമുക്ക് ഏതൊക്കെ ഫീൽഡിലോട്ട് പോകാം അതിൻ്റെ സ്കോപ്പിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഐസറിൻ്റെ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. രജിസ്ട്രേഷൻ ആൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട്. March 5 അതിൻ്റെ രജിസ്ട്രേഷൻ. അതേപോലെ രജിസ്ട്രേഷൻ ക്ലോസ് ആവുന്ന ലാസ്റ്റ് ഡേറ്റ് April 13 അതേപോലെ തന്നെ നിങ്ങൾ വല്ല മിസ്റ്റേക്കും വരുത്തിയിട്ടുണ്ടെങ്കിൽ കറക്ഷൻ വിൻഡോ April 16 തൊട്ട് 18 വരെ ഓപ്പൺ ആക്കിയിടും. അതിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് മറക്കണ്ട, June 7 അതിൻ്റെ റിസൾട്ട് പബ്ലിക്കേഷൻ June last. അത് ടെൻറ്റേറ്റീവ് ആണ്, June last റിസൾട്ടിൻ്റെ പബ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും വരാം. എന്താണ് ഐസർ? ഐസർ എന്ന് വെച്ചാൽ അതിൻ്റെ ഫുൾ ഫോം എല്ലാവർക്കും അറിയാം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. അതായത് നമ്മൾ ടെക്നോളജിയിലെ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാ ഇന്ത്യയിലെ? IIT. അതേപോലെ തന്നെ ബേസിക് സയൻസിൽ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ത്? നമ്മുടെ ഐസർ. അതേപോലെ IISc ഉണ്ട്, അതേപോലെ നൈസേഴ്സ് ഒക്കെ ഉണ്ട്. അതിൽ വരുന്ന അവരൊക്കെ ഒരു ഒരേ സിമിലർ പാറ്റേണിൽ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പം ബേസിക് സയൻസിലെ ഇന്ത്യയിലുള്ള ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ത്? ഐസർ എന്നുള്ളത്. ഈ ഇന്ത്യയിൽ ടോട്ടൽ 7 ഐസേഴ്സ് ആണുള്ളത്. ടോട്ടൽ 7 ഐസേഴ്സ് ഉണ്ട്. ഐസർ പൂനെ, ഐസർ കൊൽക്കത്ത, ഐസർ മൊഹാലി, ഐസർ ഭോപ്പാൽ, ഐസർ TVM. അതിൽ ഈ 5 ആദ്യം തൊട്ടേ ഉള്ള ഐസേഴ്സ്. പിന്നെ അതിന് ശേഷം വന്ന 2 ഐസേഴ്സ് ആണ് ഐസർ തിരുപ്പതി ആൻഡ് ഐസർ ബെരാംപൂർ. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഐസറിന് എക്സാമിൻ്റെ സമയത്ത് അത് നമുക്ക് ഓപ്ഷൻ കൊടുക്കാം, ഏത് ഐസറിലോട്ടാണ് നമുക്ക് പോവേണ്ടത്. അപ്പോൾ നമ്മൾ റാങ്കിനനുസരിച്ചാണ് വരിക, എന്നാൽ പോലും നമുക്കൊരു ഓപ്ഷൻ കൊടുക്കാം. അപ്പം അതിലൊരു 70-80% സ്റ്റുഡൻസും കൊടുക്കുന്ന ഓപ്ഷൻസിൽ ഈ 5 വരും. കാരണം ആദ്യം വന്നത് ആയതുകൊണ്ട് തന്നെ അത് അവിടെ ആയിരിക്കും കൂടുതലായിട്ട് ഫെസിലിറ്റീസും കൂടുതൽ ചാൻസുകളും ഉണ്ടാവുക. ഓക്കെ, അത് നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർത്ത് വെക്കുക. ഈ 5 ആദ്യം തൊട്ടേയുള്ള ഐസേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാകും. അതിന് ശേഷം വന്ന ഐസേഴ്സ് ആണ് ഐസർ തിരുപ്പതി ആൻഡ് ഐസർ ബെരാംപൂർ. അതൊന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇനി പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഐസറിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാംസിനെ കുറിച്ചാണ്. അതിൽ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എല്ലാ ഐസേഴ്സിൻ്റെ മെയിൻ ഹൈലൈറ്റ് ചെയ്തായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാമാണ് BSMS ഡുവൽ ഡിഗ്രി. അതായത് 5 വർഷത്തെ കോഴ്സാണ്. ഈ 5 വർഷം കൊണ്ട് നിങ്ങളുടെ UGയും PGയും കംപ്ലീറ്റ് ആകും. ഈ 5 വർഷം നമ്മൾ എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിക്കുകയാണെങ്കിൽ, ആദ്യത്തെ 2 വർഷം നിങ്ങൾ ബേസിക് സയൻസിലുള്ള മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, അതേപോലെ ബയോളജി, ഫിസിക്സ്, ആ 4 ഒരേപോലെ പഠിക്കേണ്ടി വരും. 2 വർഷം എന്ന് പറയുമ്പോൾ 4 സെമസ്റ്ററിൽ എല്ലാം നിങ്ങൾ ഒരേപോലെ പഠിക്കേണ്ടി വരും. അതിനുശേഷം 3ാമത്തെ വർഷം തൊട്ടിട്ട് നിങ്ങൾക്ക് ഒരു മേജർ കോഴ്സസ് ചൂസ് ചെയ്യാം. നിങ്ങൾക്കിപ്പം ബയോളജി ഇഷ്ടമാണെങ്കിൽ ബയോളജി ചൂസ് ചെയ്യാം, കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രി ചൂസ് ചെയ്യാം. അപ്പം ആദ്യത്തെ 2 വർഷം എല്ലാം പഠിക്കണം. 3ാമത്തെ വർഷം തൊട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മേജർ കോഴ്സ് ചൂസ് ചെയ്യാം. 3rd ഇയറും 4th ഇയറും അതായിരിക്കും ഉണ്ടാവുക. 5th ഇയർ നിങ്ങൾ ചൂസ് ചെയ്ത മേജർ കോഴ്സിന്റെ പ്രൊജക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ. ചില ഐസേഴ്സിലൊക്കെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറുതായിട്ടൊക്കെ വേരി ചെയ്യാം. എന്നാലും പൊതുവെ പറയുകയാണെങ്കിൽ ഇതാണ് അതിന്റെ ബേസിക് സ്ട്രക്ചർ. ഓക്കെ, ഇനി പറയേണ്ട കാര്യം, ഐസർ കൊൽക്കത്തയിൽ കമ്പ്യൂട്ടേഷൻ ആൻഡ് ഡാറ്റ സയൻസിൻ്റെ BSMS ഡുവൽ ഡിഗ്രി പ്രോഗ്രാം പുതുതായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എൻവിറോൺമെൻറ്റൽ സയൻസ് ഐസർ ഭോപ്പാലിൽ, കൊൽക്കത്തയിൽ, മൊഹാലിയിൽ, പൂനെയിലും തിരുപ്പതിയിലും ഉണ്ട്. അത് പ്രത്യേകമായിട്ട് ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി അവർ പ്രൊവൈഡ് ചെയ്യുന്ന അടുത്ത കോഴ്സാണ് BTech. അതെല്ലായിടത്തും ഇല്ല, ഐസർ ഭോപ്പാലിൽ മാത്രമേ ഉള്ളൂ. അവിടെ BTech ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഡാറ്റ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, അതാണ് ഭോപ്പാലിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന BTech കോഴ്സിലുള്ളത്. ഓക്കെ, അടുത്തതാണ് BS പ്രോഗ്രാം. അതായത് 4 ഇയർ പ്രോഗ്രാമാണ്. അതായത് BSMS അല്ല, BS പ്രോഗ്രാമാണ്. അത് ഭോപ്പാലിൽ എക്കണോമിക് സയൻസിന്റെ BS പ്രോഗ്രാം ഉണ്ട്. അതേപോലെ ഐസർ തിരുപ്പതിയിൽ എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസിന്റെ BS പ്രോഗ്രാം ഉണ്ട്. ഓക്കെ, അത് പ്രത്യേകമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ IAT എക്സാമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവാം. ആദ്യം പറയേണ്ട കാര്യം, നമുക്ക് 3 hour എക്സാം ആയിരിക്കും ഉണ്ടാവുക. 3 hours ആയിരിക്കും ഉണ്ടാവുക.
60 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം നല്ല സമയമുണ്ട്. 60 ശരിക്കും നീറ്റ് എക്സാമിനൊക്കെ 180 ക്വസ്റ്റിനും 3 hour, ഇത് 60 ക്വസ്റ്റിനും 3 hour ഉള്ളൂ. അതുകൊണ്ട് അത്യാവശ്യം നല്ല ടൈം നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ 60 ക്വസ്റ്റ്യൻസ് ആണ്, 3 hour ആണ്. അത് 15 ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് സബ്ജക്ട്. അതായത് ഫിസിക്സ് നിന്ന് 15 ക്വസ്റ്റ്യൻ ഉണ്ടാകും, കെമിസ്ട്രിയിൽ നിന്നുണ്ടാകും, ബയോളജിയിൽ നിന്നുണ്ടാവും, മാത്തമാറ്റിക്സ് നിന്നുണ്ടാവും. ഈ 4 സബ്ജക്റ്റിൽ നിന്നും 15 ക്വസ്റ്റ്യൻസ് വീതമാണ് ഉണ്ടാവുക. അപ്പോൾ പലർക്കും ഉണ്ടാവുന്ന ഡൗട്ടാണ്, അതായത് സാർ ഞാൻ PCB ആണ്, ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയെ പഠിച്ചിട്ടുള്ളൂ, അപ്പോൾ എനിക്ക് എക്സാം എഴുതാൻ പറ്റും. അതായത് എക്സാം എഴുതാൻ ഫിസിക്സോ, അതായത് ബേസിക് സയൻസിലുള്ള 4 സബ്ജക്റ്റ് ഉണ്ടല്ലോ, ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ആൻഡ് ബയോളജി, അതിൽ ഏതെങ്കിലും 3 പഠിച്ച കുട്ടികൾക്ക് എക്സാം എഴുതാം. അപ്പോൾ സാർ മാത്തമാറ്റിക്സ് ചോദിക്കുമല്ലോ, അപ്പോൾ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിന് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ 4 വിഷയത്തിലും ടോപ്പ് ആവണമെന്നില്ല. അതായത് PCB എടുത്ത കുട്ടികൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അത്യാവശ്യം അറിയലുണ്ടാവുമല്ലോ. അപ്പോൾ മാത്തമാറ്റിക്സ് അറിഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ബാക്കി 3 സബ്ജക്റ്റ് നിങ്ങൾ സ്ട്രോങ് ആണെങ്കിൽ മാത്തമാറ്റിക്സിൽ മാർക്ക് കുറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല. ഇനി ഫോർ എക്സാമ്പിൾ PCM ആണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പഠിച്ചു, ബയോളജി പഠിക്കാത്ത കുട്ടികളുണ്ടാവും. അപ്പോൾ അവർ പഠിച്ച ഫിസിക്സ് കെമിസ്ട്രി മാത്സിൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആണെങ്കിൽ ബയോളജി മാർക്ക് കുറഞ്ഞാലും പ്രശ്നമല്ല. കാരണം ടോട്ടൽ 60 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, 240 മാർക്കാണ് ഉണ്ടാവുക. ആ 240 ഏകദേശം നിങ്ങൾക്ക് 150 to 160 മാർക്ക് കിട്ടിയാൽ തന്നെ ടോപ്പ് ഐസേഴ്സിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും. അല്ലെ അതേപോലെ ഏകദേശം 120 to 150 മാർക്ക് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഐസേഴ്സിൽ അഡ്മിഷൻ എടുക്കാം. 120 എന്നൊക്കെ പറയുമ്പോൾ 240 എക്സാക്ട് പകുതി മാർക്ക് കിട്ടിയാൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഐസേഴ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സീറ്റ് ഉറപ്പിക്കാൻ പറ്റും. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിൻ്റെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്രാവശ്യം അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വേരി ചെയ്യാം. എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവലിനനുസരിച്ച് ഇത് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. എന്നാൽ പോലും ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു മാർക്കൊക്കെ വരികയാണെങ്കിൽ 240 മാർക്ക് വരികയാണെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു ഐസറിൽ എന്ത് ചെയ്യാം, അഡ്മിഷൻ ഉറപ്പിക്കാൻ പറ്റും. അപ്പം ഈ ഒരു മാർക്ക് കിട്ടാൻ നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്രം മതി, മാത്സ് മാർക്ക് കുറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ആ ഒരു ഡൗട്ട് നിങ്ങൾക്ക് വേണ്ട, ആ ഒരു ടെൻഷനിൽ നിങ്ങൾ ഇരിക്കണ്ട. PCB പഠിച്ച കുട്ടികൾ ആ PCB സ്ട്രോങ് ആണെങ്കിൽ നല്ലൊരു മാർക്ക് കിട്ടും, അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാർക്ക് കിട്ടും. PCM ആണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് സ്ട്രോങ് ആണെങ്കിൽ ബയോളജി മാർക്ക് കുറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല. ആ കാര്യം പ്രത്യേകമായിട്ട് പറയുകയാണ്. പിന്നെ അതിൻ്റെ മാർക്കിംഗ് സ്കീം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓരോരോ കറക്റ്റ് ആൻസറിന് 4 മാർക്ക് ഉണ്ടാകും. പിന്നെ നെഗറ്റീവ് ഉണ്ട്, തെറ്റിയാൽ -1 അവിടുന്ന് നെഗറ്റീവ് മാർക്കായിട്ടുണ്ടാകും. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. ആ കാര്യം പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഇനി പറയേണ്ട കാര്യം അതിൻ്റെ സീറ്റാണ്. ടോട്ടൽ അറൗണ്ട് 2400 സീറ്റുകളുണ്ട്. അതിൽ ഐസർ ബറാംപൂർ ടോട്ടൽ 300 സീറ്റാണ്. BSMS ഡുവൽ പ്രോഗ്രാം മാത്രമേ ഉള്ളൂ. ഐസർ ഭോപ്പാൽ ടോട്ടൽ 475 സീറ്റ് ഉണ്ട്. എല്ലാ ഐസേഴ്സിലും BSMS പ്രോഗ്രാം ഉണ്ടാവും. ഓക്കെ, ആ BSMS പ്രോഗ്രാമിൻ്റെ സീറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോട്ടൽ സീറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഐസർ മോഹാൽ നോക്കിക്കേ, BSMS ഡുവൽ ഡിഗ്രി മാത്രമേ ഉള്ളൂ. അവിടെ 270 സീറ്റുകളുണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഏകദേശം അറൗണ്ട് 2363 സീറ്റ് ഉണ്ട്. അത് കിട്ടാൻ നിങ്ങൾക്ക് അറൗണ്ട് ഈ ഒരു മാർക്ക് കിട്ടിയാൽ മതി. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അതിൻ്റെ എലിജിബിലിറ്റി, ആർക്കാണ് IIT എക്സാം എഴുതാൻ പറ്റുക? IIT എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം. 2024 2025 അല്ലെങ്കിൽ 2026 നിങ്ങൾ ബോർഡ് എക്സാം പാസ്സായവരായിരിക്കണം. അടുത്ത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒന്നില്ലേ 4 സബ്ജക്റ്റ് ഉണ്ടല്ലോ ബേസിക് സയൻസിൽ, ബയോളജി കെമിസ്ട്രി മാത്സ് ആൻഡ് ഫിസിക്സ്. അതിൽ നിങ്ങൾ ഏതെങ്കിലും 3 മിനിമം പഠിക്കണം. അതായത് PCB ആവാം, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആകാം, അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സും ആകാം. അത് 4 പഠിക്കണമെന്നില്ല. അതിൽ ഏതെങ്കിലും 3 എന്ത് ചെയ്യണം, മിനിമം പഠിച്ച കുട്ടികൾക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഒരു പ്രത്യേക കാര്യം നോക്കണം, ഞാൻ പറഞ്ഞല്ലോ ഐസർ ഭോപ്പാൽ BTech പ്രോഗ്രാം ഉണ്ട്. BTech പ്രോഗ്രാമിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കുന്ന കുട്ടികളായിരിക്കണം. ആ കാര്യം പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു ബോർഡ് എക്സാമിൽ 60% മാർക്ക് വേണം. നിങ്ങൾ ജനറൽ OBC EWS കാറ്റഗറി ആണെങ്കിൽ 60% മാർക്കും, SC ST കാറ്റഗറി ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 55% മാർക്കുമാണ് വേണ്ടത്. എന്നാൽ ഈ ഒരു എക്സാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എഴുതാൻ പറ്റുള്ളൂ. IITയുടെ എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി എക്സാമിൻ്റെ സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് അവിടെ സൈറ്റ് പോയാൽ കിട്ടും. അതായത് IITയുടെ സൈറ്റ് പോകുക, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ സൈറ്റിൽ പോയാൽ ഡീറ്റെയിൽ സിലബസ് അവരെന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കെമിസ്ട്രിയിലൊക്കെ നമുക്ക്, അതായത് നിങ്ങൾ +1 +2 NCERT, അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ അത്രയേ ഉള്ളൂ. +1 +2 NCERTയിലുള്ള കെമിസ്ട്രി, ഫിസിക്സ്, അതേപോലെ ബയോളജി, മാത്തമാറ്റിക്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക്
ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഏറ്റവും കൂടുതൽ കെമിസ്ട്രി എന്നൊക്കെ ഏറ്റവും റിസർച്ചിന് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. കോർഡിനേഷൻ കെമിസ്ട്രി എന്നൊക്കെ നല്ല പോലെ ചോദ്യങ്ങൾ, ഞാൻ ഐസർ പഠിച്ച ഒരാളാണ്. അപ്പോൾ ഐസറിൻ്റെ എക്സാം എഴുതിയ സമയത്തൊക്കെ കോർഡിനേഷൻ കെമിസ്ട്രി എന്നൊക്കെ നല്ല പോലെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ബയോളജിയിലൊക്കെ ബയോടെക്നോളജി, ജെനറ്റിക്സ്, എവല്യൂഷൻ, പിന്നെ എക്കോളജി എന്നൊക്കെ നല്ല പോലെ ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വന്നിട്ടുണ്ടായിരുന്നു. ആ കാര്യം പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ എക്സാം ഡിഫിക്കൽട്ടി ലെവൽ ചോദിക്കുകയാണെങ്കിൽ നീറ്റിനേക്കാളും കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിരിക്കും. ജെഇ മെയിൻസ് ലെവലിൻ്റെ എക്സാം, ഏകദേശം ആ ഒരു ലെവൽ എക്സാം ആയിരിക്കും ഈ ഒരു IITയുടെ എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവലിൽ ഉണ്ടാവുക കേട്ടോ. ആ കാര്യം പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യാം. എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാം, അതിൽ ഒരു റെഫറൻസ് ബുക്ക് വേണം. ഏതാ റെഫറൻസ് ബുക്ക്? നിങ്ങളുടെ ഡൗട്ടും വേണ്ട NCERT +1 +2 NCERT ഫോളോ ചെയ്യുക. അതിലുള്ള കാര്യങ്ങളെ ഈ എക്സാമിന് മെയിനായിട്ട് എന്ത് ചെയ്യുള്ളൂ, ചോദിക്കുള്ളൂ. ഇനി ഒന്നോ രണ്ടോ പുറത്തുനിന്ന് ചോദിക്കുകയാണെങ്കിൽ ടെൻഷൻ ആവേണ്ട, ബാക്കിയുള്ളത് അറിഞ്ഞാൽ തന്നെ നമുക്ക് വിചാരിച്ച കട്ട് ഓഫിലോട്ട് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ കാര്യം പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുക. പിന്നെ പഠിക്കേണ്ടത് റാദർ ദാൻ ബൈ ഹാർട്ടിങ് ഫോക്കസ് ഓൺ കൺസെപ്ച്വൽ ക്ലാരിറ്റി. അതായത് നിങ്ങൾ ടോപ്പിക്ക് അറിയുമെന്ന് ചെക്ക് ചെയ്യുക, അല്ലാണ്ട് ഇന്ന ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടോയെന്നല്ല. ആ ടോപ്പിക്കിൻ്റെ കൺസെപ്റ്റ് ഓക്കെ ആണോ എന്ന് നോക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മെയിനായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളോട് ചോദിക്കാം. പിന്നെ വേണ്ട കാര്യം എന്താ, മെയിനായിട്ടും വേണ്ട ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ട മെയിൻ കാര്യം എന്താ, അതിൻ്റെ PYQ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാമെന്ന. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അവരുടെ സൈറ്റിൽ പോയി നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് എന്തായാലും PYQ ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, സിലബസ് ഒന്ന് നോക്കുക, അതിലൂടെ എന്ത് ചെയ്യുക, മാക്സിമം എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, ആ കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി ഐസറിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആണ് അവിടുത്തെ സ്റ്റൈപ്പൻഡ്. അതായത് അവർ പ്രൊവൈഡ് ചെയ്യുന്ന മെയിൻ സ്റ്റൈപ്പൻഡ് ആണ് ഇൻസ്പയർ സ്കോളർഷിപ്പ്. DST പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്പയർ സ്കോളർഷിപ്പ്. അതായത് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ എടുത്തതിന് ശേഷം ഓരോ മന്തിൻ്റെ അവസാനം നിങ്ങൾ 5,000 വെച്ചിട്ട് നിങ്ങൾ അക്കൗണ്ടിലോട്ട് എന്ത് ചെയ്യും, സ്റ്റൈപ്പൻഡ് ആയിട്ട് വരും. അതേപോലെ തന്നെ ഒരു ഇയറിന് ശേഷം, ഒരു അക്കാഡമിക് ഇയറിൻ്റെ എൻഡിൽ നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 20,000 സ്കോളർഷിപ്പ് എക്സ്ട്രാ വീണ്ടും വരും. അപ്പോൾ ടോട്ടൽ 80,000 പെർ മന്ത് എന്ന് പറയും. പെർ മന്ത് 5,000 ആകുമ്പോൾ 12 × 5 60,000. പിന്നെ അക്കാഡമിക് എൻഡിൽ 20,000 കിട്ടും. അപ്പോൾ 80,000 പെർ ആനും നിങ്ങൾ സ്റ്റൈപ്പൻഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും സ്റ്റൈപ്പൻഡ് ഉണ്ടായിരുന്നു. അതായത് അവിടുത്തെ സെമസ്റ്റർ എക്സാമിന് ഒരു കട്ട് ഓഫ് ഉണ്ട്. ആ കട്ട് ഓഫ് കിട്ടിയ കുട്ടികൾക്ക് എല്ലാവർക്കും സ്റ്റൈപ്പൻഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒക്കെ അവർ എല്ലാ കുട്ടികൾക്കും സ്റ്റൈപ്പൻഡ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതിന് കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഒന്നാമത്തത് ടോപ്പ് 1% ഓഫ് യുവർ ബോർഡ് എക്സാം ആയിരിക്കണം. അതായത് നിങ്ങൾ CBSE ആണെങ്കിൽ ഏകദേശം 94 to 96% കിട്ടിയ കുട്ടികളാണെങ്കിൽ നിങ്ങൾ ടോപ്പ് 1% ആണ്. അത് കേരള സ്റ്റേറ്റ് ബോർഡ് എക്സാം ഒക്കെ ആണെങ്കിൽ 98 to 99% കിട്ടിയ കുട്ടികളും ടോപ്പ് 1% അവർക്കായിരിക്കും സ്റ്റൈപ്പൻഡ് ഉണ്ടാവുക. പിന്നെ ചില കുട്ടികൾക്ക് അവിടെ, അതായത് സാമ്പത്തികമായിട്ടൊക്കെ ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഓരോരോ ഐസേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റൈപ്പൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മെയിനായിട്ട് എടുത്ത് പറയേണ്ട സ്റ്റൈപ്പൻഡാണ് ഇൻസ്പയർ സ്കോളർഷിപ്പ് കേട്ടോ. ഈ ഒരു സ്കോളർഷിപ്പ് എഞ്ചിനീയറിംഗ് ആൻഡ് എക്കണോമിക് സയൻസ് ഇൻ ഭോപ്പാൽ ആർ നോട്ട് എലിജിബിൾ. അതായത് BS എഞ്ചിനീയറിംഗ് ആൻഡ് എക്കണോമിക് സയൻസ് എന്നുള്ള കോഴ്സ് ഭോപ്പാലുണ്ട്. ആ കോഴ്സ് എടുത്ത കുട്ടികൾക്ക് ഈ സ്റ്റൈപ്പൻഡ് എന്തല്ല, എലിജിബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. അടുത്ത പിന്നെ ട്യൂഷൻ ഫീസാണ്. ട്യൂഷൻ ഫീലൊക്കെ പണ്ട് 2015 ആ സമയത്തൊക്കെ ട്യൂഷൻ ഫീ വളരെ കുറവായിരുന്നു. ഞാൻ 2015-2020 ബാച്ചാണ്. ആ സമയത്തൊക്കെ ട്യൂഷൻ ഫീസും അതേപോലെ ഹോസ്റ്റൽ ഫീസും ഫുഡും എല്ലാം കൂട്ടിയിട്ട് സെമസ്റ്ററിന്, അതായത് 6 മന്ത് ആയിരിക്കും സെമസ്റ്റർ ഉണ്ടാവുക. സെമസ്റ്ററിന് 30,000 ടോട്ടൽ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ടോട്ടൽ എത്രയെന്ന് അറിയാം, ഏകദേശം 1 lakh അറൗണ്ട് ഉണ്ട്. 80,000 90,000 റേഞ്ചിലാണ് ഇപ്പോഴത്തെ ടോട്ടൽ പെർ സെമസ്റ്ററിന് ഫീസായിട്ട് വരുന്നത്. അതിൽ ട്യൂഷൻ ഫീ ഏകദേശം 40,000 to 48,000 ആണ് വരുന്നത്. ബാക്കി പിന്നെ നിങ്ങളുടെ ഹോസ്റ്റൽ ഫീസും അതേപോലെ ഫുഡിൻ്റെ എല്ലാം കൂടി കൂട്ടിയിട്ടാണ് ഏകദേശം ഒരു 90,000 ഫീസ് പെർ സെമസ്റ്റർ, അതായത് 6 മന്തിന് വരിക. ഓക്കെ, പിന്നെ ഈ ട്യൂഷൻ ഫീസ് SC/ST കാറ്റഗറിക്കാർക്ക് എന്തുണ്ടാ, ഈ ട്യൂഷൻ ഫീസ് അടക്കണ്ട. ബാക്കിയുള്ള ഹോസ്റ്റൽ ഫീസും അതേപോലെ തന്നെ നിങ്ങളുടെ ഫുഡിൻ്റെയും ഫീസ് എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇപ്പം അത്യാവശ്യം ഫീസ് ഹൈക്ക് വന്നിട്ടുണ്ട്. അതായത് പെർ സെമസ്റ്ററിന് ടോട്ടൽ ട്യൂഷൻ ഫീയും എല്ലാം കൂട്ടിയാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 90,000 80,000 റേഞ്ചിലായിരിക്കും വരിക. അത് ക്യാമ്പസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പം ചെറുതായിട്ട് എന്ത് ചെയ്യും, വേരി ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാൻ കെമിസ്ട്രി ഒക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ ഏത് ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ അവിടെ ലാബിലുള്ള ഇൻസ്ട്രുമെൻറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പം അവിടെ എടുത്ത് പറയുന്നത് വേൾഡ് ക്ലാസ് ലാബ് എക്യുപ്മെൻറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക.
പിന്നെ അവിടുത്തെ ഫാക്കൽറ്റീസ് അത്യാവശ്യം എല്ലാം വലിയ വലിയ ഫോറിൻ യൂണിവേഴ്സിറ്റീസിലൊക്കെ PhD പോസ്റ്റ് ഡോക്കൊക്കെ ചെയ്ത ആൾക്കാരായിരിക്കും നിങ്ങൾ ഫാക്കൽറ്റീസ് ഉണ്ടാവുക. അതായത് MIT, ഓക്സ്ഫോർഡ്, അതേപോലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റീസിലൊക്കെ PhD പോസ്റ്റ് ഡോക്കും ചെയ്ത ആൾക്കാരായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുക. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് ഉണ്ടാവും ചെയ്യും. പിന്നെ അവിടുത്തെ എക്യുപ്മെൻറ്റ്സ് ഞാൻ പറഞ്ഞു. പിന്നെ വേൾഡ് ക്ലാസ് ലൈബ്രറി ആയിരിക്കും. നമ്മൾ റെഫറൻസ് ബുക്കും കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റാണ്. അതുകൊണ്ട് തന്നെ ഏത് ബുക്കും നിങ്ങൾക്ക് അവരുടെ ലൈബ്രറി പോയാൽ എന്തെങ്കിലും കിട്ടും. പിന്നെ ക്യാമ്പസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടാവും. റെസ്റ്റോറൻ്റ് ആണെങ്കിൽ റെസ്റ്റോറൻറ്റ്, പിന്നെ ബാർബർ ഷോപ്പ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. നമുക്ക് പുറത്ത് പോയിട്ട് വാങ്ങിക്കേണ്ട ഒരു ആവശ്യം വരില്ല. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കിപ്പം സ്പോർട്സിലൊക്കെ അത്യാവശ്യം നല്ല ആക്റ്റീവ് ആയിട്ടുള്ള മക്കളാണെങ്കിൽ അവിടുത്തെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല എന്താ പറയുക വേൾഡ് ക്ലാസ് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ബാസ്കറ്റ് ബോളിന് ഒരു കോർട്ട്, ബാഡ്മിൻ്റന് വേറെ കോർട്ട്, ഫുട്ബോളിന് വേറെ ഗ്രൗണ്ട്, ക്രിക്കറ്റിന് വേറെ ഗ്രൗണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അടിപൊളി ആയിട്ടാണ് ഇൻഫ്രാസ്ട്രക്ചർ എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് വരുന്നത്. ഓക്കെ, ആ കാര്യം പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുക ഒന്ന് നോക്കുക. ഇനി പറയേണ്ടത് ഐസറിന് ശേഷം അതിൻ്റെ സ്കോപ്പ് എന്താ, ഐസറിന് പഠിച്ചതിന് ശേഷം നമുക്ക് എന്താവാൻ പറ്റുകയെന്നാണ്. അതിൽ ആദ്യം തന്നെ ഒരു പറയാം, പെട്ടെന്നൊരു ജോബ് താല്പര്യപ്പെടുന്ന കുട്ടികൾ പൊതുവെ ഐസർ ചൂസ് ചെയ്യേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് നിങ്ങൾക്ക് സയൻസിലൊക്കെ നല്ല താല്പര്യമുള്ള റിസർച്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അതായത് BSMS പ്രോഗ്രാമിന് ശേഷം വീണ്ടും PhD പോസ്റ്റ് ഡോക്കൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളാണ് ഐസർ ചൂസ് ചെയ്യേണ്ടത്. അതായത് 70% ഐസറിന് ശേഷം 70% കുട്ടികളും ഫോറിൻ യൂണിവേഴ്സിറ്റീസിലും അതേപോലെ ഇന്ത്യയിലുള്ള ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസിലും PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ PhD ചെയ്ത കഴിഞ്ഞ ആൾക്കാരും ഉണ്ട്. അതിൽ എടുത്തു പറയേണ്ട കാര്യം MIT, സ്റ്റാൻഫോർഡ്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ വെച്ചാൽ അത്രയും വേൾഡിലെ ഏറ്റവും നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരൊക്കെ. അപ്പം അവിടെയൊക്കെ നമുക്ക് ഐസറിൽ പഠിച്ച കുട്ടികൾക്ക് പ്രത്യേകമായിട്ട് എന്ത് ചെയ്യാം, അഡ്മിഷൻ ലഭിക്കും. അതായത് നിങ്ങൾ BSMS ഡ്യുവൽ ഡിഗ്രിക്ക് ശേഷം നിങ്ങളുടെ ടീച്ചേഴ്സും അവിടെ പഠിച്ച ആൾക്കാരാണല്ലോ. അതുകൊണ്ട് അവരുടെ CV-യിലൊക്കെ അവരുടെ ഒരു റെക്കമെൻഡേഷൻ കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യം നല്ല പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോറിൻ യൂണിവേഴ്സിറ്റീസിൽ PhD ചെയ്യാം. അതാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ്. നല്ല സ്കോളർഷിപ്പോടെ, നല്ല സ്റ്റൈപ്പൻഡോടെ, അത്യാവശ്യം നമ്മുടെ ഡെയിലി ലൈഫൊക്കെ സുഖമായിട്ട് ജീവിച്ചു പോകാൻ പറ്റുന്ന അത്യാവശ്യം നല്ല ഡീസൻറ്റ് സ്റ്റൈപ്പൻഡോടെ നമുക്ക് ഈ യൂണിവേഴ്സിറ്റീസിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ ചില ആൾക്കാർ പുറത്തൊന്നും പോവാണ്ട് തന്നെ ഇന്ത്യയിൽ തന്നെ നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. IISc ബാംഗ്ലൂർ, NCBS ബാംഗ്ലൂർ, പിന്നെ TIFR, അങ്ങനെ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് വേറെ തന്നെ. അവിടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, PhD ചെയ്യാൻ പറ്റും. ഇന്ത്യയിലുള്ള PhD-യുടെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പും ഉണ്ട്, സീനിയറും ഉണ്ട്. അത് JRF ഒക്കെ ആണെങ്കിൽ ഏകദേശം 40-50,000 ആണ് വരിക. SRF ആകുമ്പോൾ കുറച്ചും കൂടി കൂടും. പിന്നെ കുറച്ചും കൂടി നല്ല അക്കാഡമിക് ലെവലിൽ നല്ലപോലെ പെർഫോമൻസ് കാഴ്ചവെച്ച ആൾക്കാർക്ക് പ്രൈം മിനിസ്റ്റർ സ്കോളർഷിപ്പ് 80,000 പെർ മന്ത് സ്കോളർഷിപ്പ് ആയിട്ട് കിട്ടും PhD ചെയ്യുന്ന സമയത്ത്. ഫോറിൻ യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ അതിനേക്കാളും എത്രയോ കിട്ടും. അതിനേക്കാൾ ഏകദേശം ഇന്ത്യൻ്റെ ഒരു 2 to 3 lakh പെർ മന്ത്. അതായത് നമ്മുടെ ഡെയിലി ലൈഫൊക്കെ സുഖമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകാനുള്ള സ്റ്റൈപ്പൻഡൊക്കെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടും. ഓക്കെ, അതാണ് ഒന്നാമത്തെ മെയിൻ കാര്യം, PhD. അതാണ് ഐസറിന് ശേഷം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ഉണ്ടാവും റിസർച്ചിൽ താല്പര്യം ഉണ്ടാവില്ല. ചിലപ്പോൾ 5 വർഷത്തിന് ശേഷം ചിലപ്പോൾ ഇതൊക്കെ വലിയ താല്പര്യം പോയിട്ടുണ്ടാവും. അവർ ചെയ്യുന്നത് മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കെമിസ്ട്രി, ബയോളജി ഒക്കെ എടുത്ത ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഏത് എടുത്ത ആൾക്കാരാണെങ്കിലും ഈ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിൽ, അതിൽ ബയോടെക് ഇൻഡസ്ട്രീസിലൊക്കെ എന്ത് ചെയ്യാം, പെട്ടെന്ന് നല്ലപോലെ പ്ലേസ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോബ് പെട്ടെന്ന് കിട്ടും. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ BSMS ഇൻ ഡാറ്റാ സയൻസ്, ഭോപ്പാലും കൊൽക്കത്തയിലൊക്കെ BSMS ഇൻ ഡാറ്റാ സയൻസിലുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ളൊരു ഏരിയയാണ് എന്ത്, ഡാറ്റാ സയൻസ് ആൻഡ് AI. അപ്പം ആ കോഴ്സൊക്കെ പഠിച്ച കുട്ടികൾക്ക് ഗൂഗിളിൽ, മൈക്രോസോഫ്റ്റിന്, ആമസോണിലൊക്കെ എന്ത് ചെയ്യാം, നല്ലൊരു സാലറിയോടെ എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മൾട്ടിനാഷണൽ കമ്പനീസായ EY, ഡെലോയിറ്റ് എന്നുള്ള കമ്പനീസൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പെട്ടെന്ന് നമുക്ക് ഡാറ്റ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡാറ്റ സയൻറ്റിസ്റ്റ് എന്നുള്ള പോസ്റ്റിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ജോബ് എന്ത് ചെയ്യുന്നുണ്ട്, അവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ആ കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അടുത്തത് ചില ആൾക്കാരുണ്ട് സയൻറ്റിഫിക് ഓഫീസർ. അത് നല്ലൊരു പോസ്റ്റ്. അതായത് ഐസറിലൊക്കെ പഠിച്ചതിന് ശേഷം പെട്ടെന്ന് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാമാണ് സയൻറ്റിഫിക് ഓഫീസറിൻ്റെ എക്സാം. അത് നമുക്ക് ഡയറക്റ്റ് എൻട്രി ഉണ്ട് ഇവിടെ ISROയിൽ, DRDO, ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ, അവിടെയൊക്കെ സയൻറ്റിഫിക് ഓഫീസറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും ഐസറിന് ശേഷം. പിന്നെ ചില കുട്ടികൾ UPSC ലെവലിൽ അതായത് ഇതുമായിട്ടൊന്നും അധികം അത്ര ബന്ധമില്ലാത്ത സിവിൽ സർവീസ് കോച്ചിങ്ങിന് അധികം പോവാറുണ്ട്. അത് ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ കൂടെയുള്ള കുറേ പേര് റിസർച്ചിന് പോയിട്ടുണ്ട്. കുറേ പേര് എന്നെപ്പോലെ ടീച്ചിങ്ങിലോട്ട് ഇറങ്ങി. അത് അടുത്തൊരു ഓപ്പർച്യൂണിറ്റിയാണ് ടീച്ചിങ്.
അതായത് ഐസറിന് ശേഷം നെറ്റും JRF ഒക്കെ ക്വാളിഫൈ ചെയ്തതിന് ശേഷം ടീച്ചിങ്ങിലോട്ട് ഇറങ്ങാം. അപ്പം ഞാനും അതേപോലെ എൻ്റെ കൂടെ കുറേ പേര് ടീച്ചിങ്ങിലോട്ട് പോയ ആൾക്കാരുണ്ട്, കുറേ പേര് റിസർച്ചിന് പോയ ആൾക്കാരുണ്ട്, ചില ആൾക്കാരെങ്കിലും ഈ ഒരു ഫീൽഡിലോട്ട് പോയ ആൾക്കാരുണ്ട്, ചില ആൾക്കാരത്തൊക്കെ മാറ്റി വെച്ച് UPSC SSC കോച്ചിങ്ങിനൊക്കെ പോയി അത്യാവശ്യം നല്ല സാലറിയോടെ വർക്ക് ചെയ്യുന്ന ഇഷ്ടംപോലെ സ്റ്റുഡൻസ് ഐസറിന് പാസ് ഔട്ട് ആയ ആൾക്കാരുണ്ട്. അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ചാൻസ്. പിന്നെ ഞാൻ പറഞ്ഞു ടീച്ചിങ്, ഞാൻ പറഞ്ഞു, പിന്നെ MBA IIMലൊക്കെ MBA എടുത്ത് പോയ ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഐസറിന് ആഫ്റ്റർ ഐസറിന് ശേഷം നിങ്ങൾ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഫീൽഡുകൾ. ഇനി പറയേണ്ട കാര്യം IIT എക്സാമിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഈ എക്സാമിലൂടെ നിങ്ങൾക്ക് ഐസറിലോട്ട് മാത്രമല്ല അഡ്മിഷൻ എടുക്കാൻ പറ്റുക കേട്ടോ. നിങ്ങൾക്ക് IISc ബാംഗ്ലൂരിൽ ഇന്ത്യയിലെ ഏറ്റവും ഐസറിനെ പോലെ തന്നെ ഐസറിനേക്കാളും എക്സ്പീരിയൻസ്ഡ് ആയിട്ട്, അതായത് ഐസറിനേക്കാളും മുന്നേ വന്നിട്ടുള്ള കോളേജാണെന്ത് IISc ബാംഗ്ലൂർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്ന് പറയും. അവിടെ 4 ഇയർ BS പ്രോഗ്രാമിലോട്ട് ഈ എക്സാമിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ എടുക്കാൻ പറ്റും. പക്ഷേ ഇതിൽ ഏറ്റവും ടോപ്പ് റാങ്ക് IIT എക്സാമിൻ്റെ ഏറ്റവും ടോപ്പ് റാങ്കിലുള്ള കുട്ടികൾക്കാണ് ഇവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റുക കേട്ടോ. പിന്നെ ഇവിടെ അഡ്മിഷൻ എടുക്കാൻ വേറെ കുറേ എക്സാംസ് ഉണ്ട്. JEE അഡ്വാൻസിൻ്റെ ടോപ്പ് റാങ്കിലുള്ളവർക്ക്, JEE മെയിൻസിൻ്റെ ടോപ്പിലുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം, IISc ബാംഗ്ലൂരിലോട്ട് അഡ്മിഷൻ എടുക്കാം. പിന്നെ IIT എക്സാമിലൂടെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന മറ്റൊരു കോഴ്സാണ് IIT മദ്രാസ്. അവിടെ 4 ഇയർ BS ഇൻ മെഡിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നുള്ള കോഴ്സിൽ അഡ്മിഷൻ എടുക്കാം IIT എക്സാമിലൂടെ. ഇതിൻ്റെ റാങ്കിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഇനി IIT ഗുവാഹത്തി 4 ഇയർ BS ഇൻ ബയോമെഡിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിലും ഈ എക്സാമിലൂടെ അഡ്മിഷൻ എടുക്കാൻ പറ്റും. പിന്നെ IACS കൊൽക്കത്ത, ഇതും സയൻസിൻ്റെ ഒരു BSMS ഡുവൽ പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇത് IIEST ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി. ഇതിലൂടെ അപ്പം IIT എന്നുള്ള എക്സാമിലൂടെ ഐസറിലോട്ട് മാത്രമല്ല ഈ ഒരു കോളേജിലോട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഇതിലൊക്കെ ഏറ്റവും ടോപ്പ് റാങ്കിലുള്ളവർക്കാണ് IISc ബാംഗ്ലൂർ പറ്റുക കേട്ടോ. IISc ബാംഗ്ലൂർ ഏറ്റവും ഇന്ത്യയിലുള്ള നല്ല പഴക്കമുള്ള ഒരു പ്രീമിയം ബേസിക് സയൻസിൻ്റെ റിസർച്ചിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് പോകാൻ പറ്റുന്നൊരു കോളേജാണ് IISc ബാംഗ്ലൂർ. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ എന്ത് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഐസറിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇതിലൂടെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ പറയാം. നമുക്കതിന് എന്ത് ചെയ്യാം, അതിന് റിപ്ലൈ ആയിട്ട് ഞാൻ തരുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ പഠിക്കുക, കൂടുതൽ എക്സാം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാം. നമുക്ക് വീണ്ടും ഇതേപോലത്തെ വീഡിയോ ചെയ്യാം. അതുവരെ ബൈ ബൈ.